സി ന്യൂസ് ലൈവിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കേരള നിയമസഭ ധനബിൽ പാസാക്കി. സംസ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയും. കേരള നിയമസഭ പുതിയ ധനബിൽ പാസാക്കിയതോടെ സംസ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിലോ മറ്റു ചാർജുകളിലോ ഇളവുകൾ വരും. ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശ്വാസമാകും. വാട്സാപ്പ് യൂസർ നെയിം ഫീച്ചർ താൽക്കാലികമായി നിർത്താൻ മെറ്റയോട് ഇന്ത്യ 3 ദിവസത്തിനകം വിശദീകരണം നൽകണം. ഫോൺ നമ്പറുകൾ പങ്കിടാതെ തന്നെ ആളുകൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കുന്ന യൂസർ നെയിം ഫീച്ചർ കൊണ്ടുവരാൻ വാട്സാപ്പ് ശ്രമിക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ ഇതിന് സ്റ്റേ നൽകിയത്. ഉപയോക്താക്കളുടെ സുരക്ഷയും സ്വകാര്യതയും മുൻനിർത്തി 3 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് മെറ്റയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യാജ കേരള ലോട്ടറി വെബ്സൈറ്റുകൾക്കെതിരെയും സോഷ്യൽ മീഡിയ തട്ടിപ്പുകൾക്കെതിരെയും പോലീസ് മുന്നറിയിപ്പ്. യഥാർത്ഥ ലോട്ടറി ഫലങ്ങളോട് സാമ്യമുള്ള വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കിയും സോഷ്യൽ മീഡിയ വഴി വൻതുക സമ്മാനം ലഭിച്ചെന്ന് വിശ്വസിപ്പിച്ചും നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. 90 കോടിയുടെ കുടിശ്ശിക. ഇന്റർനെറ്റ് വിച്ഛേദിച്ചതോടെ കേരളത്തിലെ AI ട്രാഫിക് ക്യാമറകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. ഏകദേശം 90 കോടി രൂപയുടെ ബിൽ കുടിശ്ശിക വന്നതിനെ തുടർന്ന് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചതോടെ സംസ്ഥാനത്ത് AI ട്രാഫിക് ക്യാമറകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. ഭൂഗർഭ പൈപ്പ് ലൈൻ പൊട്ടി തുറവൂർ പറവൂർ ദേശീയപാതയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ദേശീയപാത 66-ലെ തുറവൂർ പറവൂർ ഭാഗത്ത് ഭൂഗർഭ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് റോഡ് വലിയ തോതിൽ ഇടിഞ്ഞു താഴ്ന്നതായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ ധൃതിയില്ലെന്ന് പാർലമെന്ററി സമിതി അധ്യക്ഷൻ. രാജ്യവ്യാപകമായി ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ ധൃതിയുമില്ലെന്ന് പാർലമെന്ററി പാനൽ മേധാവി വ്യക്തമാക്കി. എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിച്ച ശേഷമേ തീരുമാനമുണ്ടാകൂ. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.